ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രത്യേക വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. നന്മമരം മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 31 മുതൽ സെപ്റ്റംബർ മാസം 5 വരെ ഒരു സ്നേഹാഭിഷേക ധ്യാനം നടക്കുന്നു. നമ്മുടെ ഈശോയെ കൂടുതൽ അറിയുവാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഈ ധ്യാനം. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ അറിയുന്നതിനെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. ഈശോയെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ഈശോയെ ശരിയായിട്ട് അറിയണം. കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ കൂടുതലായിട്ട് ഈശോയെ നമ്മൾ അറിയണം. 1 കൊരിന്തോസ് 2:2 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഈശോയെ അറിഞ്ഞു തുടങ്ങിയ ആദ്യ നാളുകൾ തന്നെ ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം ഈശോ നൽകിയതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ശുശ്രൂഷയ്ക്ക് ആരംഭിച്ചപ്പോൾ കൂടുതൽ ശുശ്രൂഷകളിലേക്ക് പോകാതെ ശുശ്രൂഷകൾ കുറച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഈശോയെ കൂടുതൽ അറിയുവാൻ ഈശോ ഒരു കൃപ തന്നു. അങ്ങനെ ഈശോയെക്കുറിച്ച് അറിയുവാൻ ഈശോ തന്ന കൃപ, ആ അറിവും ആ അനുഭവവും ജ്ഞാനവുമൊക്കെയാണ് നമ്മൾ ഈ ധ്യാന ദിവസങ്ങൾ പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമല്ല, വചനത്തോടൊപ്പം തിരുസഭയുടെ സത്യപ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ധാരാളം അബദ്ധ പ്രബോധനങ്ങളും അപൂർണ പ്രബോധനങ്ങൾ കൂടി ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ പശ്ചാത്തലത്തിൽ ഇപ്രകാരം ഒരു ധ്യാനം നമ്മൾ ഒത്തിരിയേറെ അഭിഷേകത്തിൽ നയിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ പങ്കുവയ്ക്കപ്പെടുന്ന കാര്യങ്ങൾ ഓരോ ആത്മാവിനും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈശോയെ അറിയാനുള്ള ടിപ്സുകളാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾ ഈശോയെ കുറച്ചൊക്കെ സ്നേഹിക്കുന്നവരാകും. അപ്പോൾ നമുക്ക് കൂടുതൽ സ്നേഹിക്കാം. ഇനി ഒത്തിരി സ്നേഹിക്കുന്നവർക്കാണെങ്കിൽ പൂർണ്ണമായിട്ടും ഈശോ സ്നേഹിക്കാനുള്ള വഴി ഈ ശുശ്രൂഷ വഴി തുറന്നു കിട്ടും. അതുകൊണ്ടൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ശുശ്രൂഷയിലേക്ക് വരാം. ഇപ്പോൾ തന്നെ നന്മമരം മിനിസ്ട്രിയും ഞങ്ങൾ IHS മിനിസ്ട്രിയും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നവർ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് വരിക. നിങ്ങൾ മാത്രം വന്നാൽ പോരാ, നിങ്ങൾക്ക് പരിചയമുള്ള ധാരാളം പേരെ കൂടി ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെ ഈശോയെ സ്നേഹിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ. മാത്രമല്ല, ഈ ഒരു സന്ദേശം നിങ്ങൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മാസം 31-ാം തീയതി വൈകിട്ട് 8 മണിക്ക് കാണാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഈശോയെ സ്നേഹിക്കാൻ ശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.